This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational purposes. Hi friends, all good are Oxtenideas പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Yes, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. നിങ്ങൾ എന്താണ് ഈ വീഡിയോ എടുക്കാൻ കാരണം? തംബ്നെയിൽ കണ്ടിട്ടാണ്. അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയരുത്. അതായത് നമ്മൾ ഒരു ഫുഡ് വേസ്റ്റ് ആക്കണമെന്നോ അങ്ങനത്തെ ഉള്ള രീതിയിലല്ല ചെയ്യണം. അതായത് ഫുഡെല്ലാം ഒരു എന്താ പറയുക മിഠായിയാണ് എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്തേക്കണത്, ബബിൾക്കാണ്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മെയിനായിട്ട് നമ്മളെ ചീൻചട്ടി വെക്കാം, അതിനുള്ള ചട്ടകം എടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. സെൻറ്റർ ഫ്രഷ് ഒരു ബോക്സ് ഫുള്ള് എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല, വേണ്ട കുറച്ച് എൻ്റെ പൊട്ടിക്കാം. ഫുള്ളുണ്ട്, ഫുൾ ബോക്സ് 210 ഫുള്ള് വരുന്നത്. 210 ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് മൊത്തം എന്ത് സംഭവിക്കും, അതായത് ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് പൊരിച്ച് വരുമോ ഒരു ഐഡിയ ഇല്ല. എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആദ്യം ഇത് ചൂടാക്കട്ടെ, ഇത് പൊട്ടിച്ചൊഴിക്കാം. ഇത് നമ്മൊരു ഫൺ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ്. കാരണം നമ്മൾ എന്തോരം സെൻറ്റർ ഫ്രഷ് തിന്നേക്കണം, ഇനിയും തിന്നും. അടിപൊളി സാധനമാണ് എന്തായാലും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിലിൽ ഇട്ട് കഴിഞ്ഞാലുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കണതിന് വെറുതെ ഒരു രസം. ഇതെന്തായാലും ചൂടാവട്ടെ, അതായത് നല്ല രീതിയിൽ തിളക്കട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫുൾ ബോക്സ് പൊട്ടിച്ച് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ആദ്യം പെട്ടി പൊട്ടിക്കുക. പെട്ടി പുതിയതാണ്, ഫുൾ ബോക്സാണ്. പാക്കറ്റ് അയച്ചെടുക്കണം. ഏകദേശം 200 എണ്ണത്തിൻ്റെ പാക്കറ്റ് നമ്മൾ അയച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫുള്ളുണ്ട് കേട്ടോ. നമ്മൾ ഇത് കൊട്ടിയപ്പോൾ ഇതിലും അതുപോലെ തന്നെ പുറത്തേക്കും നല്ലോണം കവിഞ്ഞ് കിടന്നായിരുന്നു. പക്ഷെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആകെ 210 ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ട പാക്കറ്റൊക്കെ നല്ലോണം പാക്കറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി മൊത്തത്തിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഓയിൽ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട പച്ച വരുന്നുണ്ട്. 210 സെൻറ്റർ ഫ്രഷ് അതുപോലെ തന്നെ 1 കിലോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നോക്കിയേ, കണ്ട നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ കാരണം എന്താണ്? ഈ സെൻറ്റർ ഫ്രഷ് ഈ ഓയിലിൽ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാനല്ലേ. അത് തന്നെ, അതറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ട് തുടങ്ങാം. ആദ്യം എന്തായാലും ഒരെണ്ണം ഇട്ട് വെക്കാം. ഫസ്റ്റ് ഒരെണ്ണം ഇട്ട് വെക്കാം കേട്ടോ. അതിനെന്ത് സംഭവിക്കും നോക്കിയാൽ കുറച്ച് സൂം ചെയ്താൽ ചൂട് ഇട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഇട്ട് നമ്മൾ ഇതൊന്നിച്ചിട്ട് നോക്കാം. ഇതപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടത് എവിടെ? അത് മൊത്തമായി ലിഞ്ഞ് പോയാ, മൊത്തമായി ലിഞ്ഞ് പൊടിഞ്ഞ് പോയാ. ഇവിടെ മൊത്തം കണ്ട ഒരു സാധനം. നമ്മൾ ഓയിലിൻ്റെ കളർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ചിടാം. കൈമക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് എടുക്കാം. ഓ മാർക്കും 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 ഇങ്ങനെ എടുക്കണ്ട, പയ്യെ പയ്യതാ. സെൻറ്റർ ഫ്രഷ് ജ്യൂസ് വേണ്ട. ഓ ഓക്കെ, അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആയിട്ടുണ്ട്. ഓ ആഹാ, അപ്പോൾ എന്താണ് ഇതാവുമ്പോൾ അതങ്ങോട്ട് ആവട്ടെ. അങ്ങനെ ഓയിൽ അടിപൊളിയായിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മളെ സെൻറ്റർ ഫ്രഷിൻ്റെ കോലം. ഓഫ്, അലിഞ്ഞ് തീരുകയാണ്. പക്ഷേ 210 സെൻറ്റർ ഫ്രഷ് നമ്മൾ ഇതിലിട്ട് അത് തിന്നായിരുന്നെങ്കിൽ വേറെ ലെവലല്ലേ. നൈസ് സംഭവമായിരിക്കും. ശരിക്കും പാല് പോലെ ഓയിലാണ് തോന്നണം കൂടിയില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര മണമുണ്ട്. അതായത് സെൻറ്റർ ഫ്രഷിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഒരു ഫ്ലേവർ നമുക്ക് കടിക്കും. അതിൻ്റെ മൊത്തത്തിൽ ഒരു കുത്തൽ മൂക്കിക്ക് കയറുന്നുണ്ട്. ഓ സംഭവം നൈസായി. പക്ഷെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയുകയാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. എന്തായിരിക്കും എന്നറിയില്ല. കാരണം എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ വേറെ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആയിരിക്കും അതിൽ നടക്കുന്നത്. കണ്ട ഓ കാറ്റ് വരുമ്പോൾ ഒരു രക്ഷയില്ലാതെ വേണം, മൂക്കിക്ക് അടിച്ച് കയറണം സെൻറ്റർ ഫ്രഷിൻ്റെ വേണം. കളറൊക്കെ നൈസായിട്ട്. ഓ ഇങ്ങനെ വന്നാൽ കാട്ടിക്കൊടുത്ത കളർ മാറിയേ. ഇതേ കണ്ട നമ്മളെ പായസം പോലെ അല്ല, ഗോതമ്പ് പായസം പോലെ ഉണ്ട്. ശരിക്കും നമ്മളെ ബൂസ്റ്റ് പൊടി ഇല്ലേ, ബൂസ്റ്റ് പൊടി കലക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലത്തെ ഒരു ഇതാണ്ട് തോന്നണം എനിക്ക്. അത് കളറൊക്കെ നല്ലോണം വരുന്നുണ്ട്. അടിയിൽ നിന്ന് മൊത്തം ഇളകി തോന്നുന്നുണ്ട്. മോളിക്ക് ഫുൾ കാപ്പി കളറായിട്ടുണ്ട്. ഈ സംഭവം എന്തായാലും വൈബായിട്ടാ. അതൊക്കെ നോക്കിയേ, നോക്ക് മൊത്തത്തിൽ കിടന്ന് മിന്നുണ്ട്. നമ്മളെ ബ്രാലിച്ചോട്ടില്ലേ, അതായത് ബ്രാലിന്റെ കുഞ്ഞുങ്ങൾ തോട്ടി കിടന്ന് തോട്ടില് നമ്മളെ ബ്രാലിന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് പിടക്കില്ലേ, കുഞ്ഞുങ്ങൾ കുറെ കൂട്ടത്തോടെ അതുപോലെ ആയിട്ട് തോട്ടില് നമ്മളെ ലാവ വലിഞ്ഞ് സൈഡിക്ക് പോണ പോലെ ഉണ്ട്. നോക്കി ഫുൾ കാപ്പി കളറായിട്ട് മോളിക്ക് ഫുള്ള് വന്നു. നോക്കി ഗ്യാസ് ഉണ്ടാവും.
മണല ശരിക്കും ഗ്യാസിന്റെ പോലെ അടിച്ച് കയറുന്നത്. ഇപ്പൊ അങ്ങോട്ട് മാറിയപ്പോ അവിടെ കാറ്റ് ഓക്കെ കരിഞ്ഞ് ഇങ്ങനെ ചോപ്പ് കളറാണ് ശരിക്കും ക്യാമറയിൽ ഡാർക്കായിട്ട് കാണുന്നു. ഡാർക്കായിക്കാണ് കൊമ്മളകൾ നിറഞ്ഞിരിക്കാണ്. നമ്മ ഈ ചെയ്തത് എക്സ്പെരിമെന്റ് വെറുതെ ആയിട്ടില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സംഭവം കാണാനായിട്ട് പറ്റി. ഇങ്ങനെ സംഭവിക്കും ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. ഓക്കെ ഫുൾ ഡാർക്കായി ശരിക്കും ബ്ലാക്ക് ആയി വരുന്നുണ്ട് കേട്ടോ. കാപ്പി കുറച്ചുകൂടി ഡാർക്കായി ബ്ലാക്ക് ആയി വരുന്നുണ്ട് പയ്യെ പയ്യെ. ഓക്കെ കണ്ടാ സ്റ്റവ് എന്തായാലും ഓഫ് ചെയ്യട്ടെ. ഇനി ചിലപ്പോ ഓയിൽമ കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതിപ്പോ സെന്റർ ഫ്രഷ് അല്ല. നമ്മ ഏത് മിഠായ എന്ത് സാധനം കുറെ നേരം ഇട്ട് ഓയിലിൽ ഇട്ടാക്കിയാലും ഇതുപോലെ തന്നെ ആവുള്ളൂ. അത് പ്രത്യേക കാര്യം. അല്ലാണ്ട് നമുക്ക് ഇതുകൊണ്ട് അങ്ങനെ ആയിരുന്നൊന്നല്ല. നമ്മ എന്തിട്ട് കുറച്ചു നേരം ഇതിപ്പോ സാധാരണ നമ്മ എന്തിലിട്ട് ഓയിലിൽ എന്തെങ്കിലും വറക്കണം ചേക്കി. അപ്പൊ അത് ഓവറായി കഴിഞ്ഞാൽ കരിയില്ലേ. അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. നൈസായിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ പാൽ ചായ പോലെ അടിയിൽ കണ്ടാ പാൽ ചായ പോലെ ശരിക്കും പാൽ ചായ. പക്ഷെ കുടിക്കാൻ പറ്റില്ല പാൽ ചായ പോലെ കണ്ടാ കളറാണ് ഞാൻ പറഞ്ഞത്. ഗൈസ് അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് 100% വിജയിച്ചെന്ന് അറിയാം. കാരണം എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. ആരും ട്രൈ ചെയ്ത് നോക്കാനും പറയാനുള്ള കാരണം വെറുതെ ഇങ്ങനെ കളയാനൊന്നും ഞാൻ പറയാനുള്ള. അതായത് നമുക്ക് മിഠായി ഒരു രസത്തിനൊക്കെ കഴിക്കുന്നതാണ് സീൻ. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് പറയാണ്, ആരും ട്രൈ ചെയ്ത് നോക്കരുത്. എവിടെയും വീട്ടിലായാലും എവിടെയായാലും ആരും ചെയ്ത് നോക്കരുത്. കുട്ടികളോട് പ്രത്യേകിച്ച് ചെയ്ത് നോക്കരുത്. ഡേഞ്ചർ ആണ് ഇത്. കാര്യം ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പണിയാവും. ചിലപ്പോൾ എന്നല്ല കഴിക്കാൻ പാടില്ല ഒരിക്കലും. കണ്ട അതായത് ഓയിലിട്ടിട്ട് ഞാനിപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത പോലെ ചെയ്തൊന്നും ഒരിക്കലും കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ സെൻട്രൽ ഫ്രഷ് എന്തോരം കഴിച്ചേക്കണ് അതൊന്നും ഒരു സീനില്ല. നമ്മൾ സെൻട്രൽ ഫ്രഷ് ഇനിയും കഴിക്കും. പിന്നല്ല ഇതിങ്ങനെ കരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിക്കും. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം കാണാൻ പറ്റിയതിൽ എന്റെ മോനെ ഇത് കുറെ നേരം ഇരുന്ന് തണുത്തപ്പായതായിട്ട് ഇങ്ങനെ കണ്ട നല്ല കട്ടിയായിട്ടുണ്ട് സാധനം. എന്തായാലും സീനൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരിക്കലും നമ്മ എന്തായാലും കഴിക്കില്ലല്ലോ. മണ്ടത്തരം കാണിക്കില്ല. നമ്മ സാധാരണ സെൻട്രൽ ഫ്രഷ് കഴിക്കും, അതുപോലെ സെൻട്രൽ ഫ്രഷ് കഴിക്കുക. അപ്പൊ ഇങ്ങനെ ഒന്നും കഴിച്ച എന്തായാലും ആരും മണ്ടത്തരം കാണിക്കില്ല എന്നറിയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടിയേക്കണത് നോക്കിയാ കണ്ട നൈസായിട്ട് ചൂടുണ്ട് കേട്ടാ. തണുത്തിട്ട് കുറച്ച് നേരമായി എങ്കിലും നല്ല ചൂടുണ്ട് കണ്ടാ. ഒരു രക്ഷയില്ല വെച്ചാ ക്യാമറ കാണാ ഒറ്റ മുന്നേ ഒരു രക്ഷയില്ലാതെ കട്ടി വെക്കുക നല്ല വീതിയില് കണ്ടാ. ചെറിയ പീസായി പൊടിക്കാൻ പറ്റുള്ളൂ കേട്ടാ. നല്ല കട്ടിണ്ടാ. ഒരു രക്ഷയില്ലാത്ത കട്ടി സാധനം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചു എന്റെ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ എക്സ്പെരിമെന്റ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എക്സ്പെരിമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഓക്സിഡീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓളിൽ ഉള്ള ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നല്ല നല്ല വെറൈറ്റി എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ഹെവി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ പേര് ജാസ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. റിയൽ ജാസ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.